ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ്. റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. സോ നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ ടെക്സ്റ്റോ നോട്ടോ എന്തെങ്കിലും കൂടി കയ്യിൽ കരുതുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് പോകാം. നമ്മൾ പഠിച്ചു വരുന്നത് ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയിട്ടാണ്, മൗലിക അവകാശങ്ങൾ. സോ കഴിഞ്ഞ 2 പാർട്ട് വീഡിയോസിലായിട്ട് നമ്മൾ റൈറ്റ് ടു ഇക്വാലിറ്റിയും റൈറ്റ് ടു ഫ്രീഡവും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ള റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. സോ ഇനി നമുക്ക് വരുന്നതാണ് മൂന്നാമതായിട്ട് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് ആർട്ടിക്കിൾ 23-ലും 24-ലുമാണ് വരുന്നത്. അപ്പോൾ ഇതെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ചൂഷണമാണ് അല്ലേ. അപ്പോൾ ആർട്ടിക്കിൾ 23 പറയുന്നതെന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്മാരെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക, ദെൻ അവരെ അടിമകളായിട്ട് യൂസ് ചെയ്യുക, മീൻസ് ഒരു സ്ലേവ് ലേബറായിട്ട് അടിമപ്പണിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഈ ഒരു സിസ്റ്റത്തെ ഈ ഒരു ആർട്ടിക്കിൾ 23 എതിർക്കുന്നുണ്ട്. ഈ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഇന്നിങ്ങനെയുള്ള മനുഷ്യചന്തകളൊന്നും കാണുന്നില്ല അല്ലേ. പക്ഷേ മുന്നേ ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയിലും ഇത്തരത്തിൽ മനുഷ്യന്മാരെ വാങ്ങി വിൽക്കാനും പറ്റുന്ന രീതിയിൽ, അടിമകളായിട്ട് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന രീതിയിൽ ചന്തകളും മാർക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഈ സാധനങ്ങൾ മേടിക്കുന്ന പോലെ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ ഓൾറെഡി എതിർത്തിട്ടുള്ളത്. സോ ഇപ്പം നമുക്കത് നമ്മൾ കാണാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ അത് അറിവുള്ളതായിരിക്കത്തില്ല. സോ ആ ഒരു സ്ലേവ് ലേബർ ഇവിടെ എതിർക്കുന്നുണ്ട്. പിന്നെ ഈ ആർട്ടിക്കിൾ 23 പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് എന്താ പറയുക പണിയെടുപ്പിക്കുക, അതായത് ഫോഴ്സ്ഡ് ലേബറാണ് കേട്ടോ. അതായത് നിർബന്ധമായിട്ടും എന്താ പറയുക ജോലി ചെയ്യിപ്പിക്കുക. ഈ ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? എതിർക്കുന്നുണ്ട്. അതായത് ഈ ലാൻഡ് ലോഡ്സ്, മണി ലെൻഡേഴ്സ്, പിന്നെ വെൽത്തി പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഭൂ ഉടമകൾ, അതുപോലെ തന്നെ ഈ പണമിടപാടുകാർ, ദെൻ അതുപോലെ തന്നെ പണക്കാരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സമൂഹത്തിലെ പാവപ്പെട്ടവരൊക്കെ വിട്ടിട്ട് ഫോഴ്സ് ചെയ്തിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. ഈ ഒരു കാര്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ആർട്ടിക്കിൾ 23 പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വേറെ ഒരു ആർട്ടിക്കിൾ കൂടി വരുന്നുണ്ട്, ആർട്ടിക്കിൾ 24 അല്ലേ. ആർട്ടിക്കിൾ 24 പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ചൈൽഡ് ലേബർ ഉണ്ടല്ലോ, അതായത് ബാലവേല. ഓക്കെ, ഈ കുഞ്ഞു കുട്ടികളൊക്കെ കൊണ്ട് ഫാക്ടറികളിലും മൈൻസിലും ക്വാറീസിലും ഒക്കെ എന്താണ് ഈ പണിയെടുപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബാലവേലയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നിരോധിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി നമുക്കറിയാം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്ലേവ് ലേബർ ആയാലും ഫോഴ്സ്ഡ് ലേബർ ആയാലും ബാലവേല മീൻസ് ചൈൽഡ് ലേബർ ആയാലും ഒക്കെ ചൂഷണത്തിൻ്റെ ഓരോരോ തരങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓരോ തലങ്ങളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനകത്ത് ആർട്ടിക്കിൾ 23-ലും 24-ലും കൂടി ഇത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ബാൻ ചെയ്ത് വയ്ക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു മൂന്നാമത്തെ അവകാശത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി നാലാമത്തെ ഒരു റൈറ്റാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ ഏതൊരു വ്യക്തിക്ക് വേണോ അവന് ഇഷ്ടപ്പെട്ടിട്ടുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് ആരാധിക്കാനും അത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോകാനൊക്കെയുള്ള ഒരു അവകാശം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പ് തരുന്നുണ്ട്. അത് നമുക്കറിയാമല്ലേ, നമ്മളടുത്ത് ആരും എന്ന് പറയുന്നില്ല ഇന്ന മതത്തിൽ ചേരണം, ഇന്ന എന്താ പറയുക റിലീജിയനിലോട്ട് പോകണം എന്നുള്ളത് ഒന്നും പറയുന്നില്ലല്ലോ. നമുക്കിഷ്ടമുള്ള എന്താ പറയുക ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് അല്ലേ, മതത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ 25 മുതൽ 28 വരെ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട്. ആർട്ടിക്കിൾ 25 പറയുന്നതെന്ന് പറയുമ്പോൾ ഫ്രീഡം ടു പ്രൊഫസ് ദെൻ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ഇൻ റിലീജിയനാണ്. അതായത് നമുക്ക് ഏതൊരു മതത്തിൽ വേണം വിശ്വസിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും, മീൻസ് അത് നമ്മൾ എന്താ പറയുക നടപ്പിലാക്കി കൊണ്ടുപോകാനും നമുക്കത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള ഒരു അവകാശം ആർട്ടിക്കിൾ 25-ലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ദെൻ ആർട്ടിക്കിൾ 26 അഥവാ അനുച്ഛേദം 26-ലൂടെ നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് പണിയെടുപ്പിക്കാനുള്ള ഒരു അവകാശം ലഭിക്കുന്നുണ്ട്. അതായത് ഈ പള്ളികൾ, അമ്പലങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പണിയെടുപ്പിക്കാനുള്ള അവകാശം. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള അഫയേഴ്സ് മീൻസ് മതപരമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാനൊക്കെയുള്ള ഒരു അവകാശം ആർട്ടിക്കിൾ 26 നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 27 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു പർട്ടിക്കുലർ നമ്മൾ വിശ്വസിക്കുന്ന റിലീജിയൻ അഥവാ മതം, ഓക്കെ, ഇതിനെ നമുക്ക് കൂടുതൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വികസനത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക ഈ റിലീജിയസ് പരമായിട്ടുള്ള മതസ്ഥാപനങ്ങളിലോട്ട് ടാക്സ് ഒക്കെ അടയ്ക്കാനുള്ളൊരു അവകാശം കൂടി നമുക്കുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനാണെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ഈ പള്ളിയിൽ മാസവരിയൊക്കെ കൊടുക്കുന്നൊരു സംഗതിയുണ്ട്. ഓക്കെ, എവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്താണ് അങ്ങനെ ഒരു ഇതുണ്ട്. അത് ആക്ച്വലി നമുക്ക്
നമുക്ക് ഈ ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്ത് വെക്കാം, ഓർമ്മിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, അല്ലെങ്കിൽ തന്നെ നമുക്ക് ചിന്തിക്കാം, ഇപ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴായാലും, ഉത്സവങ്ങൾ വരുമ്പോഴായാലും, then അതുപോലെ തന്നെ പള്ളിയിൽ എന്തെങ്കിലും പെരുന്നാളോ കാര്യങ്ങളൊക്കെ വരുമ്പോഴായാലും നമ്മൾ ഈ ഫണ്ടൊക്കെ എടുക്കാറില്ലേ, മണി കളക്ഷനൊക്കെ വരത്തില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള ഒരു എന്താ പറയുക പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കാനുള്ള റൈറ്റ് അവിടെ ഉണ്ട്. ദെൻ ആർട്ടിക്കിൾ 28 പറയുന്നതെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മതപരമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശമുണ്ട്. മീൻസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇതെന്താണെന്ന് ചോദിച്ചെങ്കിൽ വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മുടെ ഈ മദ്രസ പോലെയുള്ള കാര്യങ്ങളില്ലേ, പിന്നെ നമുക്ക് തന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ സൺഡേ സ്കൂളുണ്ട്, പിന്നെ കോവിലും അങ്ങനെയുള്ള സംഘടനകൾ ഉണ്ടല്ലോ. അതായത് അവരവരുടെ മതങ്ങൾ വെച്ചിട്ട് എന്താ പറയുക മതഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിക്കുന്ന പാഠശാലകൾ, ഇതൊക്കെ സ്ഥാപിക്കാനുള്ള ഒരു അവകാശം ആർട്ടിക്കിൾ 28 നമുക്ക് ഉറപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി വരുന്നതാണ് നമ്മുടെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്. ഈ മൈനോറിറ്റീസ് എന്ന് വെച്ചാൽ ആരാന്ന് അറിയാവോ? നമ്മുടെ രാജ്യത്ത് തന്നെ സോഷ്യലി എഡ്യൂക്കേഷനിലൊക്കെ ബാക്ക്വേർഡ് നിൽക്കുന്ന, അതായത് വളരെയധികം അപരിഷ്കൃതരായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക അത്രത്തോളം ഒരു സാമൂഹിക പുരോഗതിയൊന്നും ഇല്ലാത്തവരെയാണ് നമ്മൾ മൈനോറിറ്റീസ് എന്ന് പറയാം. അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഒത്തിരിയായിട്ട് മറ്റേ സമൂഹത്തിലെ ഉയർന്ന തട്ടിലുള്ള ആൾക്കാരിൽ നിന്നും ചൂഷണവും വിവേചനവും ഒക്കെ ഫേസ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് ഭരണഘടനയുടെ ഒരു എന്താ പറയുക ഒരു ചുമതല തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ആർട്ടിക്കിൾ 29-ലും 30-ലുമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 29 എന്താ പറയുന്നതെന്ന് അറിയാവോ? നമ്മുടെ ഈ മൈനോറിറ്റീസിന് അവർക്കിഷ്ടമുള്ള ഈ മൈനോറിറ്റീസിന് അവരുടേതായിട്ടുള്ള ലാംഗ്വേജും സ്ക്രിപ്റ്റും കൾച്ചറും പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു അവകാശമാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാംഗ്വേജ് നമുക്കറിയാലോ, ഭാഷ അല്ലേ. പിന്നെ സ്ക്രിപ്റ്റ് എന്താണ്? അവരുടേതായുള്ള സാഹിത്യം, ലിഖിതങ്ങൾ, ഓക്കെ. പിന്നെ കൾച്ചർ, സംസ്കാരം അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഷയായാലും സാഹിത്യമായാലും സംസ്കാരമായാലും ഇതൊക്കെയും ഈ മൈനോറിറ്റീസിന് എന്ത് ചെയ്യാനുണ്ട്? പ്രൊട്ടക്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു അവകാശമാണ് ആർട്ടിക്കിൾ 29 ഉറപ്പ് നൽകുന്നത്. ദെൻ ആർട്ടിക്കിൾ 30 എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് ഈ മൈനോറിറ്റീസിനും അവർക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവകാശമാണ് ആർട്ടിക്കിൾ 30 നമുക്ക് ഉറപ്പ് വരുന്നത്. ഇതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം മൊത്തത്തിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 6 നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 5 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ പല പാർട്സ് വീഡിയോയിലായിട്ട്. ഇനി നമുക്ക് ഒരെണ്ണം കൂടിയാണുള്ളത്. അത് നമുക്ക് ലാസ്റ്റത്തെ ഇതാണ്. അതുകൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലെന്തി ആയി പോകും വീഡിയോ. അതുകൊണ്ട് തന്നെ നമുക്കത് നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാം. ഓക്കെ. സോ ഈ ഒരു വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. സോ അത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.